ഒരിക്കലൊരു സൂഫി സന്യാസി തൻ്റെ ശിഷ്യനുമായി ഒരു യാത്ര ചെയ്യുകയായിരുന്നു. യാത്രക്കിടയിൽ അവർക്കൊരു പുഴ കടക്കേണ്ടതായിട്ട് വന്നു. പുഴ കടക്കാനായി അവരൊരു വള്ളത്തിൽ കയറിക്കൊണ്ടിരിക്കവേ ശിഷ്യൻ സൂഫിയോട് ചോദിച്ചു, ദൈവം സന്തോഷം സൃഷ്ടിച്ചത് എന്തിനാണ് എന്നെനിക്ക് മനസ്സിലാകും. നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മൾ സന്തോഷമായിരിക്കുന്നത് കാണാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടാവും. പക്ഷേ ദുഃഖം സൃഷ്ടിച്ചത് എന്തിനാണ്? സൂഫി ഒന്നും മിണ്ടിയില്ല. അദ്ദേഹം തൻ്റെ ശിഷ്യനോടൊപ്പം വള്ളത്തിൽ കയറിയിരുന്നു. എന്നിട്ട് വള്ളത്തിൻ്റെ തുഴയെടുത്ത് ഒരു വശത്ത് മാത്രം തുഴയാൻ തുടങ്ങി. സ്വാഭാവികമായി ഒരു വശത്ത് മാത്രം തുഴഞ്ഞുകൊണ്ടിരുന്നപ്പോൾ വള്ളം നിന്നിടത്ത് തന്നെ കറങ്ങിക്കൊണ്ടേയിരുന്നു. ശിഷ്യൻ സൂഫിയോട് പറഞ്ഞു, നിങ്ങൾ എന്താണ് കാണിക്കുന്നത്? ഒരു വശത്ത് മാത്രം തുഴഞ്ഞാൽ വള്ളം നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കുകയുള്ളൂ. മുന്നോട്ട് പോകണമെങ്കിൽ രണ്ട് വശത്തും തുഴയണം. സൂഫി ചിരിച്ചുകൊണ്ട് ശിഷ്യനോട് പറഞ്ഞു, ഞാൻ വിചാരിച്ചതിനേക്കാളും മിടുക്കനാണ് നീ. ഈ വള്ളത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെയാണ് ജീവിതത്തിൻ്റെ കാര്യവും. മുന്നോട്ട് പോകണമെങ്കിൽ രണ്ട് വശത്തും തുഴയണം. ഒരു വശത്ത് മാത്രം തുഴഞ്ഞാൽ നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കും, കറങ്ങിക്കൊണ്ടേയിരിക്കും. പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ഓപ്പോസിറ്റ്സിനാലാണ്. രാത്രിയും പകലും, സുഖവും ദുഃഖവും, ജനനവും മരണവും. ഓപ്പോസിറ്റ്സിനാലാണ് ജീവിതത്തിൻ്റെ വള്ളം മുന്നോട്ട് പോകുന്നത്. അല്ലാതെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഒരു വ്യക്തി ധ്യാനത്തിലൂടെ ഉയരുമ്പോൾ അയാൾ എല്ലാത്തിലും ദൈവത്തെ കാണുന്നു, എല്ലാത്തിലും ദൈവീകത കാണുന്നു. അയാളുടെ ഉള്ളിൽ നന്ദി നിറയുന്നു. എല്ലാറ്റിനോടും അയാൾ നന്ദി കാണിക്കുന്നു. സുഖം വരുമ്പോഴും അയാൾ ദൈവത്തിനോട് നന്ദി പറയുന്നു. ദുഃഖം വരുമ്പോഴും അയാൾ ദൈവത്തിനോട് നന്ദി പറയുന്നു. സന്തോഷമായിരുന്നാലും ദുഃഖമായിരുന്നാലും അയാൾ ഒന്നിലും അറ്റാച്ച്ഡ് ആവുന്നില്ല.